ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലിമിയാസ് വേൾഡ്. അപ്പോൾ എന്തായി എല്ലാവർക്കും സുഖന്നല്ലേ? എല്ലാവരും റാഹത്തിലുണ്ടാവുന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നല്ലെങ്കിൽ ഒരു സൺഡേ വ്ളോഗ്, എൻ്റെ ഒരു സൺഡേ റുട്ടീൻ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോയിലോട്ട് പോകുന്നാട്ടി മുന്നേ പറയാനുള്ളത്, വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആക്കിയത്, ഷെയർ ആക്കിയത്, അതേപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ഇടത്തോളം സബ്സ്ക്രൈബ് ആക്കാത്തവരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കിയത്. പിന്നെ എന്നല്ലെങ്കിൽ നമുക്ക് നേരം പോക്കണ്ട, വീഡിയോയിലോട്ട് പോയിടാം. എപ്പോഴും സുബൈക്ക് ഞാൻ വെറും ചായ കുടിക്കലില്ല. ചായക്ക് എന്തെങ്കിലും കൂട്ടാനുണ്ടെങ്കിൽ എന്തെങ്കിലും ബേക്കറി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ചായ സുബൈക്ക് കുടിക്കുന്നത്. അപ്പോൾ വെറും ചായ എന്ന് ചില കാല. അപ്പോൾ ഇപ്പോൾ ഒരു 6:30 മണിയാകുമ്പോൾ എന്നെ കുച്ചിലേക്ക് വന്നിനഞ്ഞു നോക്കുമ്പോൾ ഉമ്മ മുന്നേ ചായ എല്ലാം ആക്കിയിട്ട് വെച്ചിട്ട് അതിന് പിന്നെ ഒരുന്ന മുന്നേ ബൈറ്റ് കാച്ചി ബാക്ക് കാച്ചി ഉണ്ടാഞ്ഞു. അപ്പോൾ പിന്നെ ബാക്ക് കാച്ചിയും കൂട്ടിയിട്ട് ചായ കുടിച്ചിടാന്ന് ഇരിച്ചു. പിന്നെ ബാക്ക് കാച്ചി കണ്ടെങ്കിൽ പിന്നെ ഞാൻ എത്ര തിന്നണ്ടാന്ന് ഇരിച്ചെങ്കിലും ബാക്ക് കാച്ചി കണ്ടെങ്കിൽ എൻ്റെ കൺട്രോൾ പോകും. അപ്പോൾ ഞാൻ ചായ കുടിച്ചിരുന്ന. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്നെല്ലാം അങ്ങനെ ബെലിങ്ങനൊന്നുമില്ല. ഞായറാഴ്ച അങ്ങനെ ബെലിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആക്കലില്ല. എന്തെങ്കിലും തട്ടി കൂട്ടിയിട്ട് എന്തെങ്കിലും തോന്നുന്നു അത്ര തന്നെ. പിന്നെ എന്നല്ലെങ്കിൽ അതിൻ്റെ അടുക്ക് വേറെ കുറേ പണിയുണ്ടാവും. അധികം ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ എക്സസൈസ് ആക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എക്സസൈസ് ആക്കുന്ന കാണുമ്പോൾ പുള്ളർക്കും ആസ ഒക്കെ തന്നെ എക്സസൈസ് ആക്കാൻ. പിന്നില്ലേ ചായക്ക് മുക്കിയ ബിസ്ക്കറ്റ് അലിഞ്ഞിട്ട് പോകുമ്പോൾ മുട്ടൻ്റെ കാമ്പ് പൊട്ടുമ്പോൾ നമുക്ക് ഒരേപോലെ സഹിക്കാൻ കാല. ഹാഫ് ബോയിലാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇട്ട മുട്ട പൊട്ടിപ്പോയി. പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നിലയെങ്കിൽ അപ്പോൾ സിമ്പിൾ, എല്ലാവർക്കും മുട്ടയും ബ്രെഡും. ഉപ്പക്ക് മാത്രം ഗോതമ്പത്തിൻ്റെ ദോശ. അപ്പോൾ ഇന്ന് അരക്കാനും പൊടിക്കാനും അങ്ങനത്തെ ഒന്നും പണിയില്ല. മുട്ടക്ക് കുറച്ച് ഉപ്പ് പൊടിയും കുറച്ച് മുളക് പൊടിയും പാറ്റിയിട്ട് കുറച്ച് ബ്രെഡും ചൂടാക്കിയിട്ട് അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് തിന്നങ്ങായി. അപ്പോൾ ചായ കുടിച്ചിട്ടായിട്ട് ഇനി നനക്കുന്ന പണി എന്നല്ലെങ്കിൽ എപ്പോഴും ഞാൻ കല്ലിൻ്റെ അടുത്തേക്ക് നനക്കാൻ കൊണ്ടുവരില്ലപ്പാ. ഈ വാഷിംഗ് മെഷീനിൽ നനക്കുമ്പോൾ കീറിപ്പോകുന്ന ഡ്രസ്സ്, പിന്നെ കുറച്ച് കെയർ ആക്കേണ്ട ഡ്രസ്സ് അങ്ങനത്തെ എല്ലാം ഉണ്ടാവില്ല. അപ്പം അങ്ങനത്തെ എല്ലാം ഞാൻ ഒക്കെ വെച്ചിട്ട് ഞായറാഴ്ച നനക്കൽ. പിന്നെ നനക്കുമ്പോൾ അന്നായെങ്കിൽ ഇന്നായെങ്കിലും ഒരേ സോപ്പ്, സൺലൈറ്റ് സോപ്പ്.
കല്ലിൻ്റെ അടുത്ത് നനക്കുമ്പോൾ ബായിലൊരു കൂമ്പ് പറിക്കാനായിട്ട് കണ്ടത്. പിന്നെ എന്നല്ലെങ്കിൽ ഈ കൂമ്പൊക്കെ ഇപ്പോൾ ഒരു ചോറിൻ്റെ മണമുണ്ട്. ചോറിൻ്റെ മണം എന്നല്ലെങ്കിൽ ഒരു എന്തോ ഒരു അടിക്കുന്ന മണം. അപ്പോൾ ഇതൊരു 2-3 പുരയിൽ വെച്ചിട്ടാകുമ്പോൾ ഈ മണം കുറച്ച് പോയി കിട്ടും. മണം പോയി കിട്ടുമെന്ന് മാത്രം. പക്ഷേ ഇതിൻ്റെ ചോറ് അങ്ങനെ പേത്തിനൊന്നും പോകലാവോ. തിളച്ച വെള്ളത്തിൽ അല്ല തെളിയില്ല മറ്റും ഞൗണ്ടിയിട്ട് കയറ്റെടുക്കണം ഇതിൻ്റെ ചോറെല്ലാം പോകാൻ വേണ്ടിയിട്ട് കറി വെക്കാൻ. പിന്നെ എന്നല്ലെങ്കിൽ അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് ഉള്ളിൽ പോയിട്ട് കുറച്ച് പണിയുണ്ട്. പിന്നെ മഴക്കാലത്ത് കടല വറുത്ത തിന്നാൻ എന്തോ ഒരു പാങ്ങല്ലേ. ഇതങ്ങനെ തിന്നാൻ വേണ്ടിയിട്ട് വറുക്കുന്നതല്ലോ. ഇതിപ്പോൾ ഞാനൊരു ചോക്ലേറ്റ് ബോൾസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വറുത്തത് നമ്മൾ സ്നിക്കേഴ്സ് ഉണ്ടല്ലോ ആ ഒരു ടേസ്റ്റിൽ ഉണ്ടാക്കിയിട്ട് എടുക്കുന്ന ഒരു ചോക്ലേറ്റ് ബോൾ. നല്ല രസമുണ്ടാവും. ഞാൻ കളമല്ല പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ആ റെസിപ്പി ഞാൻ മുമ്പേ ഇട്ടിന്. അപ്പം ഞാൻ അതിൽ ഫുള്ളായിട്ട് റെസിപ്പി ഇടുന്നില്ല. അപ്പം നിങ്ങൾക്ക് ആർക്കും അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അതിൽ പോയിട്ട് കണ്ടാൽ മതി. പിന്നെ ഇത് തേച്ചു സ്നിക്കേഴ്സ് ബോൾസ് ഉണ്ടാക്കാനല്ല ബാബി അവിൽ മിൽക്ക് ഉണ്ടാക്കുന്ന ചെലീന. അപ്പോൾ അതിനും വേണ്ടിയിട്ടുള്ളത്. പിന്നെ എന്നല്ലെങ്കിൽ കടലൻ്റെ ചൂളി കളയാനുള്ള ഒരു എളുപ്പത്തിൻ്റെ പണി അങ്ക് തോന്നിയത് അങ്ങനെ ആവും എളുപ്പത്തിൻ്റെ പണിയെന്ന്. ഇതൊരു കണ്ണുള്ള പാത്രം. ഈ കണ്ണുള്ള പാത്രത്തിലോട്ട് ഇട്ടിട്ട് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഞൗണ്ടിട്ടാകുമ്പോൾ ഇതിൻ്റെ ചൂളിയെല്ലാം താത്ത് പോയിട്ട് നിൽക്കുന്നു. അപ്പോൾ നമുക്ക് ഇത് എളുപ്പത്തിൽ ഇതിൻ്റെ ചൂളിയെല്ലാം ആവുന്നിട്ട് വെറു കടലായിട്ട് നമ്മളെ കയ്യിൽ കിട്ടുന്നത്. അതിനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാത്രത്തിന് അനക്കി കൊടുത്താൽ മതി. അത് താത്ത് പോയിട്ട് നിൽക്കുന്നു. നിങ്ങൾക്ക് ഈനാട്ടി എളുപ്പം ചേർന്ന പണി നിച്ചങ്ങ് അങ്ങനെ ആക്കിക്കോ. അങ്ക് പിന്നെ ചേറാൻ അറിയാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനത്തെ പണി എടുക്കുന്നത്. ഇപ്പോൾ കണ്ടില്ല തൊലിയെല്ലാം പോയിട്ട് നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ട് കിട്ടീന്. അപ്പോൾ ഈനെ ജസ്റ്റ് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് കുറച്ച് പൊടിച്ചെടുക്കുന്ന പണിയുള്ളത്. അപ്പോൾ ആ പണി ഞാൻ എടുത്തരണം. പിന്നെ എന്നല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന പണിയിലുണ്ട്. ബാബി മീനിൻ്റെ കറിക്ക് അരക്കാനായിട്ട് ഇപ്പോൾ മീൻ വന്നില്ല. ഇപ്പോൾ മീൻ കിട്ടി കുറച്ച് ഇട്ടിയും കുറച്ചെന്തോ പെരക്കലും എന്തോ കിട്ടീന മീൻ. പിന്നെ ഈ ചോക്ലേറ്റ് ബോൾസിൽ ബെയ്യത്തിനാണ് പണി. വെറും 5 മിനിറ്റിലാണ് പണി. പിന്നെ ഞമ്മക്ക് അല്ലെങ്കിൽ ഇല്ലേ ഈ ഒരു വീഡിയോ എടുക്കുന്നത് കൊണ്ട് നേരെ എല്ലാം സെറ്റാക്കിയിട്ട് വെക്കാനും പിന്നെ വെളിയുള്ള ജാഗ നോക്കിയിട്ടും അങ്ങനെ ഇങ്ങനെ എല്ലാം ആക്കിയിട്ടാകുമ്പോൾ നേരം പോകുന്നത്. പിന്നെ എന്നല്ലെങ്കിൽ ഇപ്പം നമുക്ക് എല്ലാത്തിനും പുറത്തേക്ക് പോയിട്ടും എങ്ങാനൊന്നും കഴിയുന്നില്ല. അപ്പോൾ പുരയിൽ തന്നെ ആക്കിയെങ്കിലായി. ഇപ്പം എന്തെങ്കിലും പുറത്തേക്ക് പോകാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ടുള്ളത്. അപ്പോൾ പിന്നെ പുള്ളർക്കെല്ലാം ഇതാക്കിയിട്ട് കൊടുത്തെങ്കിൽ പുള്ളർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പുള്ളർക്ക് നല്ല നമ്മൾ വലിയ ആൾക്ക് തന്നെ ഇഷ്ടപ്പെടും. പുള്ളറാട്ടി മീൻ ഞമ്മായിട്ടുണ്ടാവും ഇതിനെ തോന്നിയിട്ട് തീർക്കുന്നത്. അത്രക്കും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മളെ ചോക്ലേറ്റ് ബോൾസ് റെഡി ആവോ. മാത്രം ഇതിപ്പോൾ തിന്നാനായിട്ട് ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ ചോറെല്ലാം വേച്ചിട്ടായിട്ട് തിന്നുന്നത്. പിന്നെ അതിൻ്റെ ഒക്കെ കുടിക്കാൻ വേറൊന്നുണ്ട് അവിൽ മിൽക്ക്. അപ്പോൾ ഇപ്പോൾ അത് ബാബി ആക്കാനുള്ള പണിയെല്ലാം തുടങ്ങി. കടല മതിയാവില്ല എന്നിട്ട് പീടിയെന്ന് പിന്നെയും കടല കൊണ്ടുവച്ച് കുറച്ച് വലിയ കടല. അപ്പോൾ അതിനെ വറുക്കുന്നുണ്ട്. പിന്നെ എന്തില്ലെങ്കിൽ ഈ അവിൽ മിൽക്കിൻ്റെ എല്ലാം റെസിപ്പി യൂട്യൂബിലെല്ലാം കുറേ ഉണ്ടെങ്കിൽ കൊണ്ട് ഞാൻ പിന്നെ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പോയിട്ട് മാത്രമല്ല നമുക്ക് പിന്നെ എല്ലായിടത്തേക്ക് ക്യാമറ കൊണ്ട് എത്തിയല്ല. അപ്പോൾ അതിൻ്റെ അടുത്ത് ഞാൻ കുഴക്കുണ്ടായി. അപ്പോൾ കുഴക്കാനെല്ലാം മുറിച്ചിട്ട് അടുപ്പിൽ വെച്ച് ഇരിക്കുന്നതോലെ ഒരു കുഴക്ക എണ്ണ കിട്ടാൻ ഇത്ര വലിയ സൗണ്ടാണ്. അത് ഞങ്ങളെ കല്ലിൻ്റെ സൗണ്ടാവോ. അത് തിരിയുമ്പോൾ ഇല്ല ഞമ്മ ഏതോ ഒരു മില്ലിലുള്ള പോലെ അത്രയ്ക്കും സൗണ്ട് ഉണ്ടായിന്. പിന്നെ എന്നല്ലെങ്കിൽ അതിൻ്റെ എടുക്കുന്ന ഉമ്മ മീൻ മുറിച്ചിട്ട് കൊടുന്ന് കൈ എന്നിട്ട് മുളയെല്ലാം പുരട്ടി. അപ്പോൾ പെരക്കൽ കാച്ചുന്നത് എന്തെന്നല്ലെങ്കിൽ പെരക്കൽ വലിയ നല്ലയില്ല. ഐസിൻ്റെ എന്തോ പെരക്കൽ. അപ്പോൾ ഇട്ടീൻ്റെ ചാറാക്കിയിട്ട് ഇതിനെ കാച്ചിറാന്ന് തിരിച്ച്. പിന്നെ ഐസിൻ്റെ മീനിനെ ഇങ്ങനത്തെ മീനിനെ ചാറാക്കിയെങ്കിലേ പാങ്ങാവില്ല. പാങ്ങായില്ലെങ്കിൽ ആരും കൂട്ടിയില്ലെങ്കിൽ പിന്നെ അത് കളയേണ്ടി വരും. അപ്പോൾ അതിനായിട്ട് നല്ലത് നമുക്ക് ഇതിനെ കാച്ചിട്ട് നല്ല ഇട്ടീൻ്റെ ചാറാക്കുന്നത്. അപ്പോൾ മീനിൻ്റെ കറിക്ക് അരിഞ്ഞിട്ട് കിട്ടി. മീനിൻ്റെ കറിക്ക് അരിഞ്ഞിട്ടാകുമ്പോൾ എന്തോ ഒരു ആശ്വാസമാണെന്നാവോ. മില്ല് ബന്ധാക്കിയ പോലെ ആണ്. അത്രയ്ക്കും ആശ്വാസമാണ്. അപ്പം നമ്മളെ കൊയക്ക കറിയും റെഡിയായി. കൊയക്കാക്ക് ഞാൻ ഫസ്റ്റ് തന്നെ കലം പോർന്നിട്ട് തേങ്ങാവും വെളുത്തുള്ളിയെല്ലാം ഇട്ടിട്ട് തന്നെ ബേക്കാൻ വെച്ചിന്. അപ്പോൾ പിന്നെ ഫുഡെല്ലാം റെഡിയായി. അപ്പോൾ ഇനി ഇതിനെല്ലാം വെളുമ്പീറ.
പിന്നെ ഇല്ലേ നമ്മൾ എന്തെങ്കിലും ചോറ് വെച്ചിട്ടായിട്ട് ഫ്രൂട്ട്സ് തിന്നുന്നെങ്കിൽ ഇല്ലേ അത് ചോറ് വിളമ്പുന്ന നേരത്തെ തന്നെ ടേബിളിൽ കൊണ്ടുവച്ചെങ്കിൽ നല്ലതാവും. ഇല്ലെങ്കിൽ ഇല്ലേ ചോറ് വേവിച്ചിട്ടായിട്ട് അതിനൊരു എടുക്കാനും പിടിക്കാനും തൊല്ലാനും എല്ലാം ഒരു പണിപ്പ. അപ്പോൾ അതിനായിട്ട് നല്ലത് മുന്നേ ടേബിളിൽ കൊണ്ടാക്കുന്ന. പിന്നെ എന്നല്ലെങ്കിൽ നമുക്കില്ലേ ഈ തിന്നുനാട്ടി ഫുഡ് കഴിക്കുന്നാട്ടി മുന്നേ ഇല്ലേ ഈ ഫ്രൂട്ട്സ് തിന്നുന്നത് സുന്നത്താം. അപ്പോൾ ഓരോർക്ക് വേണ്ടിയ പോലെ തിന്നോളൂ. അപ്പോൾ ചോറ് വെച്ചിട്ടെല്ലായി. ഇനി നമ്മൾ സ്നിക്കേഴ്സ് ബോൾസും അവൽ മിൽക്കും കുടിക്കാനുണ്ട്. അപ്പോൾ അവൽ മിൽക്ക് ഇപ്പോൾ ബൾമെന്നേണ്ട്. പിന്നെ എന്നല്ലെങ്കിൽ അങ്ക് ചോറ് വെച്ചിട്ടായിട്ട് ഇങ്ങനത്തെ എന്തെങ്കിലും മധുരം വേണോ, എന്തെങ്കിലും പുഡിങ്ങാ ജ്യൂസാ അങ്ങനത്തെ എന്തെങ്കിലും വേണോ. പിന്നെ അങ്ങനെ ആയിട്ട് ഞാൻ എപ്പോഴും മധുരം ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നൊന്നും ഇല്ലാവോ. പിന്നെ ഞായറാഴ്ച മാത്രം ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കഴിക്കും. പിന്നെ ഉച്ചക്കത്തെ ഫുഡ് കുറച്ച് ഹെവി ആയതുകൊണ്ടില്ല ബൈറ്റേക്ക് ചായക്കും കൂട്ടാനൊന്നും ഉണ്ടാക്കിയിട്ടോ ബൂറും ചായ കുടിച്ചിന്. പിന്നെ ലായക്കും അങ്ങനെ ബെൽങ്ങനൊന്നും ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് നൂഡിൽസ് ഉണ്ടാക്കിയിട്ട് കഴിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഇടത്തോളം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആക്കിയിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ആക്കിയത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടത്തോളം ബൈ ബൈ.